മോനെ, നമ്മുടെ നാട് പോലെയല്ല ഗൾഫ്. ഇവിടെ ഒരുപാട് പരിമിതികളുണ്ട് എല്ലാ കാര്യത്തിലും, പ്രത്യേകിച്ച് നമ്മൾക്ക് കിട്ടുന്ന പൈസ ചിലവാക്കുന്ന കാര്യത്തിൽ. നോക്കിയും കണ്ടൊക്കെ ചിലവാക്കണം. ഞാൻ അക്കീമിനോട് പറഞ്ഞിട്ടൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. അവിടെ വരെ ഒന്ന് പോയോക്ക്. എന്താ എങ്ങനെയൊന്നും അറിയില്ല, എന്നാലും എനിക്ക് വേണ്ടി അവൻ ചെയ്യാതിരിക്കില്ല. കുറച്ചൊക്കെ നിന്ന് നോക്ക്. എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതാണ്ട് കണ്ടിന്യൂസ് ചെയ്യും. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്താണ് എന്താണ് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. കൊറേ കണ്ടിട്ട്. ഇതാരാ മോനാ? ഇത് മോനെ. ഇവന്റെ നാട്ടിലുള്ള ജീവിതം ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലേ, ഇവരൊന്ന് ശരിയാക്കി എടുക്കണം. ഇൻഷാ അല്ലാഹ്. ഖാദർക്ക, അർബാബ് കുറച്ച് പ്രശ്നക്കാരനാണ്. ജോലിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതുപോലെ ശമ്പളത്തിന്റെ കാര്യത്തിലും ഒരു പേടിയും പേടിക്കണ്ട. എന്നാ പിന്നെ നാളെ തന്നെ ജോലി കയറിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഷമീറെ, ഭക്ഷണം കഴിച്ചോ? കുബൂസും ബിരിയാണിയും മീൻകറിയൊക്കെ ഉണ്ടോ? മണി കഴിച്ചോ? വേണ്ടായിട്ടാ. എന്താ ഷമീറെ? ഷുക്കൂർക്ക, കുറച്ച് പൈസ വേണം. ഷമീറെ, ആവശ്യങ്ങൾ ഉണ്ടാവും. നാട്ടിലത്തെ പോലെയല്ല, നോക്കിയും കണ്ടും ചിലവാക്കണം. ആവശ്യങ്ങളുണ്ട് സാർ, അതുകൊണ്ടാ. ഇനി മാസാവസാനം ഉണ്ടാവും ഷമീറെ. ഇത് തരുന്നത് എൻ്റെ റിസ്കിലാണ്. പറഞ്ഞില്ലാന്ന് വേണ്ട, മനസ്സിലായാ? നോക്കിയും കണ്ടൊക്കെ ചിലവാക്കട്ടാ. കുടിക്കണ? വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. വേണമെങ്കിൽ അര ഗ്ലാസ് കുടിച്ചോ? അല്ല, വേണ്ട. നിനക്ക് അഡ്വാൻസ് തന്നത് എൻ്റെ റിസ്ക് ഷമീറെ. അർബാബ് അറിഞ്ഞിട്ടില്ല. 3000 രൂപ ശമ്പളം പറ്റുന്നവന് കുടുംബം പറ്റുന്നുണ്ട്, കുട്ടികളെ പറ്റുന്നുണ്ട്. അതറിയാം എനിക്ക് ഷമീറെ. നീയൊക്കെ എപ്പോൾ തന്നെ ഇങ്ങനെ ചെയ്താലും ഞാൻ എന്ത് ചെയ്യാനാ ഷമീറെ? ശമ്പളം മാസാവസാനേ തരാൻ കഴിയുള്ളൂ. ഒന്നും വിചാരിക്കരുത്, എനിക്കത്ര ചെയ്യാൻ പറ്റൂ. പൈസക്ക് അത്യാവശ്യമുണ്ടാ? ഇത്ര അത്യാവശ്യമാണെങ്കിൽ നീ അർബാബിനെ പോയി കണ്ടോ. വേറൊന്നും ചെയ്യാൻ കഴിയില്ല. ചെറുപ്പം മുതലേ കഷ്ടപ്പെടാതെ ജീവിച്ചോണ്ടാ. എന്ത് പറയാനാ? हेलो. I want need today money حبيبي. لا ما في كلام شيء. Today need money. I want need today. Only today. Okay? No need anything to. Okay. يلا. السلام عليكم. ليش؟ سر سمعني. ليش؟ أنت كل يوم ماني ماني ماني. أنت ما في شغل يا أخي. أنت تعبان. أنت كيف كم يوم أنت شغل هنا؟ أنت كل يوم تصير بحر. أنت تصير هناك. أنت تصير ديسكو. أنت تعبان. أنت ما في فايدة شغلي. أي شيء يريد أنت فلوس كلام مع مانجر. ما يجي المكتب. أوكي؟ مرة ثانية ما يجي. سير. يلا سير. ما شوفني.
എവിടെ മോനെ, നീ റൂമിലെത്തിയോ? മോനെ, ഉമ്മ വിളിച്ചിരുന്നു, നിന്നോടൊന്ന് സംസാരിക്കണമെന്ന്. എൻ്റെ മോൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന്. ഉമ്മ കരച്ചിലോട് കരച്ചില്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല എന്നാണ് ഉമ്മാൻ്റെ പരാതി. എന്നോട് പിണങ്ങിയാലും നീ ഉമ്മാനോട് പിണങ്ങലേട്ടാ. അതൊരു പാവ. ഉമ്മാക്ക് വിളിക്കും മോനെ, അല്ലെങ്കിൽ ഈ ഉമ്മാൻ്റെ ഫോണൊന്നും എടുക്ക്. എന്താണ് കാതർക്ക, നിങ്ങൾ മോനേറ്റ് ഒരു സങ്കടം പറിച്ചില്ല? ഒന്നുമില്ല കാസിമേ, നാട്ടിലാവുമ്പോ എന്നും ഉമ്മും മോനും പിണക്കാം, അതും പൈസേന്റെ കാര്യത്തിൽ. ഇങ്ങോട്ട് വരുമ്പോഴും ഓനും ഉമ്മാൻ്റെ പിണങ്ങിയിട്ട് വന്നിരിക്കും. കാതറേ, ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വരാം. കിടക്കിട്ടോ, റെസ്റ്റ് അടിക്കും. വയ്യ മോനെ, പനിച്ചെടുക്കുക. എന്താ എൻ്റെ മോൻ ഷമീറിന്റെ വിശേഷം? കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ എൻ്റെ മോനാ ശുക്കൂറെ, നന്നാവും. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ വയ്യ. എന്നാ ഞാൻ പിന്നെ വിളിച്ചോളാം കേട്ടോ. എന്താടാ ഷമീറ ഇത്? എന്താണ് എനിക്ക് പറ്റിയത്?
നിന്നോട് കുറേ ദിവസമല്ല ഞാൻ ചോദിക്കണേ, എന്താ എനിക്ക് പറ്റിയേ? പറയടോ, എന്തെങ്കിലും ഒന്ന് പറയൂ ഷമീറേ. നമ്മുടെ നാട്ടിലെ ജീവിതം ഇവിടെ പറ്റില്ല. ജീവിതം പഠിക്കാൻ പറ്റുന്നൊരു പാഠശാലയാണ് ഇത്. അതിൽ വിദ്യാർത്ഥികളാണ് നമ്മളൊക്കെ, പ്രവാസികൾ. ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതിന്, ടൈം ടേബിൾ ഉണ്ട്. നിന്നെപ്പോലെ ഒരുപാട് കളികൾ കളിച്ചു വന്നതാണ് ഞാനൊക്കെ, അതറിയാം നിനക്ക്. കളിക്കണം, കളിച്ച് ജയിക്കണം, അതിന് നല്ല കളിക്കാർ വേണം. നമ്മുടെ റൂം നമുക്കൊരു സ്വർഗമാണ്, പ്രവാസികളുടെ സ്വർഗം. കളിച്ചും ചിരിച്ചും സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കാനുള്ള സ്വർഗം. ഇത് കണ്ടില്ലേ, ഞങ്ങളൊക്കെ ഇല്ലടാ. ഷമീറെ, നമ്മുടെ സന്തോഷം സങ്കടങ്ങളൊക്കെ ആ 4 ചുമരുകൾ അറിയണം. അങ്ങനെ അറിയാവൂ. ഒറ്റയ്ക്കാവുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് പ്രവാസികൾക്ക്. കൂട്ടിനൊരു പ്രവാസി ഉണ്ടാകുമ്പോൾ അതെല്ലാം പറഞ്ഞാൽ തീരും. മരുഭൂമിയിൽ സങ്കടങ്ങൾ ഒറ്റയ്ക്ക് ഓർക്കുന്നവരാണ് പ്രവാസികൾ. അതറിയോ ഷമീറെ? കരയല്ലടാ, ഞങ്ങളൊക്കെ അല്ലടാ എൻ്റെ കൂടെ.